സംസ്ഥാനത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിച്ചാലും നിലവിലുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തിയിൽ മാറ്റമുണ്ടാകില്ല. മൂവാറ്റുപുഴ, നെയ്യാറ്റിൻകര, തിരൂർ, ഷൊർണൂർ, വടകര എന്നിവ ഉൾപ്പെടുത്തിയുള്ള 4 ജില്ലകളാണ് നിലവിൽ പരിഗണനയിലുള്ളത്. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിച്ചാലും നിലവിലുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തിയിൽ മാറ്റമുണ്ടാകില്ല. ജില്ലകളുടെയും താലൂക്കുകളുടെയും ഭരണപരമായ അതിർത്തി പുനഃക്രമീകരണവും നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയവും വ്യത്യസ്ത നടപടികളായതുകൊണ്ടാണിത്. മണ്ഡലങ്ങളുടെ അതിർത്തി മാറ്റാൻ സംസ്ഥാന സർക്കാരിന് നേരിട്ട് കഴിയില്ല. ഡീലിമിറ്റേഷൻ നടപടികളിലൂടെയാണ് ഇത് നടക്കുന്നത്. മൂവാറ്റുപുഴ, നെയ്യാറ്റിൻകര, തിരൂർ, ഷൊർണൂർ, വടകര എന്നിവയുൾപ്പെടുത്തിയുള്ള 4 ജില്ലകളാണ് നിലവിൽ പരിഗണനയിൽ. പുതിയ ജില്ലയോ താലൂക്കോ രൂപീകരിക്കുമ്പോൾ ജനസംഖ്യ, പ്രദേശത്തിന്റെ വിസ്തൃതി, ജനസാന്ദ്രത, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, പിന്നാക്കാവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത, ഭരണപരമായ സൗകര്യം എന്നിവ പ്രധാനമായും പരിഗണിക്കും. നിലവിൽ ജനങ്ങൾക്ക് ജില്ലാ, താലൂക്ക് ആസ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള പ്രയാസം, സർക്കാർ ഓഫീസുകളിലെ ജോലിഭാരം തുടങ്ങിയവയും പരിശോധിക്കും. വികസന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും പുതിയ ഭരണ യൂണിറ്റുകൾ സഹായകരമാണോ എന്ന് വിലയിരുത്തും. അധിക സാമ്പത്തിക ബാധ്യതയും പരിശോധിക്കും. നിലവിലുള്ള ജില്ലയുടെ ഭാഗങ്ങൾ വേർതിരിച്ചോ ഒന്നിലധികം ജില്ലകളിലെ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തോ പുതിയ ജില്ല രൂപീകരിക്കാം. താലൂക്കുകളുടെ കാര്യത്തിലും വില്ലേജുകളുടെ പുനഃക്രമീകരണവും പുതിയ ആസ്ഥാനത്തിന്റെ നിർണയവും ആവശ്യമാണ്. പഠനത്തിനു ശേഷം സർക്കാർ തലത്തിലുള്ള പരിശോധനയും മന്ത്രിസഭാ തീരുമാനവും തുടർന്ന് വിജ്ഞാപനവുമാണ് പൊതുവായുള്ള നടപടിക്രമം. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകി ജനവിശ്വാസം നേടിയ A1 ടെക്സ്റ്റൈൽ ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. A1 ടെക്സ്റ്റൈൽ, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ഫോൺ 9846146786.